റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട വെച്ചിട്ട് നമുക്ക് അടിപൊളി ടീ കേക്ക് അല്ലെങ്കിൽ ടീ റസ്ക് വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുമേ. നമ്മൾ ബേക്കറിയിൽ നോക്കാം, നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുള്ള ടീ കേക്ക് അല്ലെങ്കിൽ ടീ റസ്ക് വാങ്ങാറില്ലേ? അപ്പോൾ ആ സെയിം കേക്കാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കപ്പ് ആട്ടയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് അരിച്ച് മാറ്റി വെക്കണേ. ഒരു 3 തവണ അരിച്ച് മാറ്റണേ. ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്യൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ. അപ്പോൾ ആ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തെടുക്കണേ. അതിന് നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര വേണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിവിടെ ചേർക്കുന്നത് പൈനാപ്പിൾ ഫ്ലേവറുള്ള രസ്നയാണ്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, രസ്ന കലക്കിയത്. അതോടെ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. പിന്നെ ബാക്കി വെച്ചിട്ടുണ്ട് ആ പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കണേ. ഇനി ഇത് നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ള ട്രെയിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ആദ്യം കേക്ക് റെഡിയാക്കി എടുക്കണേ. അതിനുശേഷം കേക്ക് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കേക്കൊക്കെ ടീ കേക്കും ടീ റസ്ക്കും ഒക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പ് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. അതിനുശേഷം നമുക്കൊരു ട്രേയിലേക്ക്, അതായത് കേക്കിൻ്റെ ഏതെങ്കിലും ട്രേയോ അതല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും ഒരു പാത്രമോ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ പീസൊന്ന് നിരത്തി കൊടുക്കാമേ. അപ്പം നമുക്ക് എല്ലാ കേക്കും ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നോർമൽ നമുക്ക് കേക്കായിട്ട് കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഈ ടീ കേക്ക് പോലെ നമുക്ക് കഴിക്കാനും പറ്റുമേ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് നിരത്തി വെച്ച് ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്കൊരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 15 മുതൽ 20 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ച് അതിൽ പാത്രത്തിൻ്റെ ഒക്കെ ചൂടനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ 15 മുതൽ 20 മിനിറ്റ്, മാക്സിമം നമുക്ക് 20 മിനിറ്റ് മതിയേ. അങ്ങനെ ഒരു സൈഡൊന്ന് കുക്ക് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ. അപ്പം മറു സൈഡും കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 15 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ 2 സൈഡ് നമുക്ക് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടൊക്കെ തോന്നും, പക്ഷേങ്കിൽ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നോർമൽ നമ്മൾ വീട്ടിൽ കേക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കേക്ക് ബാക്കി വന്നാലും നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ടീ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈഡൊന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ രണ്ടാമത്തെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് 2 സൈഡും ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമേ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാമേ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന ടീ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാമേ. ഇത് നമുക്ക് ഒരു ഗ്ലാസ് ടിന്നിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുമേ. പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയാൽ പെട്ടെന്നൊക്കെ തീർന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ പാത്രത്തിലേക്ക് ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പം അതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.